നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. കേരളത്തിലെ കുട്ടികൾ ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം ഡിഗ്രി പഠനം അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പഠനത്തിനായി, ഉന്നത പഠനത്തിനായി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കർണാടകം. കർണാടകത്തിൽ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് ശേഷമുള്ള ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾ എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കർണാടകത്തിലുള്ള മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികൾ, ഗവൺമെൻറ് കോളേജുകൾ, അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് പല യൂണിവേഴ്സിറ്റികൾ, ഇവരെല്ലാവരുടെയും അഡ്മിഷൻ സെക്യൂർ ചെയ്യണമെങ്കിൽ, പല കോഴ്സുകളിലേക്കും സെക്യൂർ ചെയ്യണമെങ്കിൽ ഒരു OMR മാതൃകയിൽ നടത്തുന്ന ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ മാർക്കിനെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കുട്ടികൾക്കും തനതായിട്ടുള്ള അവിടുത്തെ കുട്ടികൾക്കുമൊക്കെ അഡ്മിഷൻ സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ പരീക്ഷയ്ക്കുള്ള ആപ്ലിക്കേഷൻ ആണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ എന്തൊക്കെ കാറ്റഗറിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഉപരിപഠനം കർണാടകത്തിൽ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നോക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കുറേ വിവരങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ഉന്നത പഠനം നോക്കി പോകുന്ന കുട്ടികൾക്ക് ഉള്ള ഓപ്ഷനാണ് ബാച്ചിലർ തലത്തിലേക്കുള്ള പ്രൊഫഷണൽ അഡ്മിഷൻ 2025 അവർ നടത്തുന്നത്. കർണാടക എക്സാമിനേഷൻസ് അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു സംവിധാനമാണ് ഈ പരീക്ഷ നടത്തുന്നത്. ഇവരാണ് ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ മിക്കവാറും ഒട്ടനവധി കോഴ്സുകൾക്ക് മലയാളികളായ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്ത് കർണാടകത്തിലെ പല കോളേജുകളിലും നമുക്ക് സീറ്റ് സെക്യൂർ ചെയ്യാവുന്നതാണ്. ഇനി അപേക്ഷിക്കാവുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ മേഖലയിലുള്ള കോളേജുകൾ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള കോളേജുകൾ, ഓട്ടോണമസ് ആയിട്ടുള്ള കോളേജുകൾ, ഇത്തരത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കർണാടകത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള ഫുൾ ടൈം കോഴ്സുകൾക്കുള്ള ആപ്ലിക്കേഷനാണ് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് മേഖലയിലുണ്ട്, അതുപോലെ ടെക്നോളജി മേഖലയിലുള്ള കോഴ്സുകൾ, നാച്ചുറോപ്പതി ആൻഡ് യോഗ പോലുള്ള കോഴ്സുകൾ, ഫാർമസി ബേസ്ഡ് കോഴ്സുകൾ, അല്ലെങ്കിൽ വെറ്റിനറി, അഗ്രികൾച്ചറൽ, ഫിഷറീസ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ. പിന്നെ അതുകൂടാതെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന നഴ്സിംഗ് പ്രോഗ്രാം, പാരാമെഡിക്കൽ ആയിട്ടുള്ള പല പ്രോഗ്രാംസ്, ഇതിനെല്ലാമുള്ള ഒരു ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതിനുശേഷം എക്സാം എഴുതാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്താം. ഇപ്പോൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തുള്ള ഒരു എക്സാം നടക്കുന്നത് ഏപ്രിൽ 16, 17 തീയതികളിലായിരിക്കും. അപ്പോൾ ഈ 16, 17 ഏപ്രിൽ നടക്കുന്ന ഈ OMR മാതൃകയിലുള്ള ഈ പരീക്ഷയെ ബേസ് ചെയ്തായിരിക്കും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പല മേഖലയിലുള്ള കോഴ്സുകളിലേക്കും കർണാടകത്തിലെ കോളേജുകളിലേക്കുള്ള പ്രവേശനം എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഈ പരീക്ഷയ്ക്ക്, അതായത് 16, 17 അവർ നടത്താനായിട്ട് ഏപ്രിലിൽ നടത്താൻ പ്ലാൻ ചെയ്യുന്ന ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഓൺലൈൻ ലിങ്കിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്തിടാനായിട്ട് കൂടി ശ്രമിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെഡിക്കൽ അല്ലെങ്കിൽ ഡെൻ്റൽ, ആയുഷ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതായത് നീറ്റ് പരീക്ഷ ആവശ്യമുള്ള കോഴ്സുകൾക്കെല്ലാം നിങ്ങൾ ഓൾറെഡി നീറ്റ് എഴുതുക, അതിനോടൊപ്പം ഇതിനും അപ്ലൈ ചെയ്ത് ഇടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതേ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ നീറ്റിൻ്റെ രജിസ്റ്റർ നമ്പറും നിങ്ങൾക്ക് കിട്ടിയ റാങ്കും ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരം ഇവർ തരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് എന്ത് മനസ്സിലാക്കാം, നിങ്ങൾ നീറ്റ് പരീക്ഷ എഴുതണം. പ്രത്യേകിച്ച് മെഡിക്കൽ, ഡെൻ്റൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾക്ക് കർണാടകത്തിലെ സ്വകാര്യ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കോളേജുകളിൽ അവർക്ക് അതിലേക്ക് അഡ്മിഷൻ സെക്യൂർ ചെയ്യാൻ നിങ്ങൾ നീറ്റ് എഴുതണം. അതുകൂടാതെ ഈ എൻട്രൻസ് എഴുതുക. ഇതിനകത്ത് നീറ്റിൻ്റെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ റാങ്കും അത് വരുന്ന മുറയ്ക്ക്, അതായത് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ നടത്തി ഇടുക, അത് ക്ലോസ് ചെയ്യുന്നത് കഴിയുമ്പോൾ നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയായിരിക്കും ഇത് ഫൈനലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. നീറ്റ് എഴുതിയവർക്ക് ഇത് എഴുതണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇതും എഴുതുക. നീറ്റ് കോമൺ ആയിട്ടുള്ളൊരു സംഭവമായതുകൊണ്ട് അതും നിങ്ങൾ എഴുതിയിടുക. അതിൻ്റെ മാർക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ പിന്നീട് നൽകുന്നതുമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കർണാടകത്തിൽ മുൻകാലങ്ങളിലെ പോലെ എൻജിനീയറിങ്ങിലേക്കുള്ള ഓപ്ഷൻ ഇപ്പോൾ മറ്റ് സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അവർ ഓപ്പൺ ആക്കിയിട്ടില്ല.
അതിൽ വേറെ ചില പ്രത്യേക കാറ്റഗറി ഒരു വിഭാഗത്തിനായിട്ട് ഒരു വൈ കാറ്റഗറി എന്ന് പറഞ്ഞ് അവർ ഓപ്പൺ അപ്പ് ആക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. പക്ഷേ പൊതുവേ പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്കുള്ള ആപ്ലിക്കേഷൻ മറ്റ് സംസ്ഥാനക്കാർക്ക് അവർ നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ആ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കുന്ന ലിങ്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കുക. അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 18-നാണ്. 18 രാത്രി 11:59 വരെ. അപ്പോൾ ഫെബ്രുവരി 2025 18-ാം തീയതി രാത്രി 11:59 വരെ നമുക്ക് ഈ ഓൺലൈൻ ലിങ്കിൽ കയറി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ ഡേറ്റ് ഓർത്തിരിക്കുക, 18 ഫെബ്രുവരി 2025 എന്നുള്ള ഡേറ്റ്. അതിന് മുൻപായി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനായിട്ടുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ അല്ല, ഒരു കോൺടാക്ട് നമ്പർ, ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ നിങ്ങൾക്ക് അവർ നൽകിയിട്ടുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് വിവരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം ആപ്ലിക്കേഷൻ സമയത്തിനുള്ളിൽ തന്നെ ചെയ്യാനായി ശ്രമിക്കുക. അപ്പോൾ കർണാടകയിൽ ഒരു ഹയർ സ്റ്റഡീസ് നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ, ഈ പ്രൊഫഷണൽ കോഴ്സ് എൻട്രൻസ് ആയിട്ട് അവർ നടത്തുന്ന ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഒരു റിയൽ എക്സാം, ഒരു OMR എക്സാം കണ്ടക്ട് ചെയ്ത് അത് എഴുതി അതിനകത്തുനിന്നുള്ള റാങ്ക് ലിസ്റ്റിലൂടെ ആയിരിക്കും എന്നുള്ള കാര്യവും ഓർക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ കർണാടകത്തിൽ ഹയർ സ്റ്റഡി നോക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു ഡേറ്റാണ് ഈ ഫെബ്രുവരി 18 എന്നുള്ള ഡേറ്റ്. അതിനുള്ളിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലിട്ട ലിങ്കിൽ കയറുക, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെ എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുകളുമായി ബന്ധപ്പെട്ട വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഈ ഹയർ സ്റ്റഡീസ് നോക്കുന്നവരുണ്ട്, +2 ഈ വർഷം കഴിഞ്ഞ് ഹയർ സ്റ്റഡി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങളിലൂടെ അവർക്കും ഒരു ഉപകാരം ഉണ്ടായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.